തീരുമാനങ്ങൾ തെറ്റുന്നതല്ല, തെറ്റായ തീരുമാനങ്ങൾ തിരുത്താതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഓരോ പുലരിയും സന്തോഷത്തിൻ്റെ പുതിയ കാൽവെപ്പുകളാണ്. ഇടയിലുള്ള പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുക, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത സത്യമാണ് സ്നേഹം. പക്ഷെ മനസ്സിനെ വേദനിപ്പിക്കുവാൻ കാലം തിരഞ്ഞെടുത്ത മൂർച്ചയുള്ള ആയുധവും സ്നേഹമാണ്. നമ്മുടെ മൂല്യം നമ്മളിലാണ്, അല്ലാതെ ആളുകളുടെ കണ്ണിലല്ല. മറ്റുള്ളവരുടെ സ്തുതിക്കായി കാത്തു നിൽക്കേണ്ടതുമില്ല. ജീവിതത്തിൽ ചില വിഷമങ്ങളും വേദനകളും ഉണ്ടാകുന്നത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ചില മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി തരുന്നതിനും കൂടിയാണ്. ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാക്കുന്നതും നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതും. തീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരുമെന്ന് മനസ്സിലാക്കുന്നത്. ചില മനുഷ്യരുണ്ട്, നമ്മൾ അവർക്ക് എല്ലാമായിരുന്നു എന്ന് തോന്നിപ്പിച്ച് പിന്നീട് ഒരു വാക്കിൽ ആരുമായിരുന്നില്ലെന്ന് തെളിയിച്ചു തന്ന് തിരികെ മടങ്ങുന്നവർ. മറ്റു ചിലരുണ്ട്, നമുക്ക് ഒന്നുമല്ലായിരുന്നിട്ട് കൂടി ചില വാക്കുകളിൽ നമ്മുടെ ഹൃദയം കീഴടക്കി നമ്മുടെ ആരൊക്കെയോ ആയി മാറുന്നവർ. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും രണ്ട് കഥകൾ. ഒന്ന് അയാൾ ജീവിച്ച കഥ, മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിച്ച കഥ. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജ്ജസ്വലത ഉണ്ടാവുകയുള്ളൂ. മനസ്സ് ഊർജ്ജസ്വലം ആകുമ്പോൾ ബുദ്ധിപൂർവം ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉത്കണ്ഠ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജീവിക്കുന്നു. നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നു പോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളെ അവഹേളിക്കുന്നത് വെറും രണ്ടു കാരണങ്ങളാലാണ്. ഒന്നുകിൽ അയാളോടുള്ള ബഹുമാനക്കുറവ് മൂലം, അല്ലെങ്കിൽ അയാളോടുള്ള വിശ്വാസക്കുറവ് കാരണം. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. മറ്റുള്ളവർ എന്ത് കരുതും എന്ന് വിചാരിച്ച് ജീവിക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. മരങ്ങൾ എല്ലാ വർഷവും ഇല പൊഴിക്കും, എന്നാൽ നാളുകൾ കഴിഞ്ഞ് പുതിയ ഇലകൾ കൊണ്ട് സമൃദ്ധമാകും. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം, പക്ഷെ കണ്ണ് നിറച്ചവരെയും കണ്ണുനീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കരുതൽ, കണ്ണുനീർ, സമയം എന്നിവ നീക്കിവയ്ക്കുന്നു എന്നുള്ളതാണ്. സ്നേഹം, സമ്പാദ്യം തുടങ്ങിയ എല്ലാത്തിനും അവകാശം പറയാൻ ആളുകൾ കാണും. എന്നാൽ അവകാശികളില്ലാത്ത ഒന്നുണ്ട്, ദുഃഖം. അത് പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നിരാശ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് നയിക്കുന്നതായി തോന്നാം. എന്നാൽ നമ്മുടെ ഉള്ളിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം വെളിച്ചത്തിലേക്ക് തന്നെ തിരികെ എത്തും. ഒരു കൊടുങ്കാറ്റ് ഒരു പ്രഭാതം മുഴുവൻ നിലനിൽക്കില്ല. പെട്ടെന്നുള്ള മഴ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാറുമില്ല. എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരും. പ്രതീക്ഷ കൈവിടരുത്.